പ്ലാന്റ്സ് ആൻഡ് പോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു സെയിൽസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസണും കൂടി ഞാൻ പറഞ്ഞിട്ട് ഇന്ന് വളരെ ഡിസ്കൗണ്ടിൽ ഒരു സെയിലാണ് ചെയ്യുന്നത്. കാരണം കുറേ പ്ലാന്റ്സുകൾ ഇരുന്ന് ഡാമേജ് ആയി പോകുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ തടയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കൂടുതൽ ഇപ്പോൾ ബൊഗൻവില്ല പ്ലാന്റ്സുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കലാത്തിയും അഗ്ലോണിമൊക്കെ. ഡെയിലി നമുക്കൊരു 10 എൻക്വയറി വെച്ചെങ്കിലും വരുന്നുണ്ട്, കലാത്തിയുണ്ടോ അഗ്ലോണിമ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ക്വാളിറ്റി പ്ലാന്റ്സ് റീസണബിൾ റേറ്റിൽ ഇറങ്ങുന്നില്ല കേട്ടോ, പ്ലാന്റ്സുകൾ കിട്ടുന്നില്ല. അതുകൊണ്ടിട്ടാണ് നമ്മൾ കലാത്തിയെയും അഗ്ലോണിമയുടെയും സെയിൽ ചെയ്യാത്തത്. കാരണം ഈ ഒരു ക്ലൈമറ്റ് തന്നെ ഇച്ചിരി ചൂടൊക്കെ ഉള്ള കാലാവസ്ഥയുണ്ട്. ഈ പ്ലാന്റ്സിന് ആ ഒരു ക്ലൈമറ്റ് ഒട്ടും സ്യൂട്ടല്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമുക്ക് അത്രയും പ്ലാന്റ്സുകൾ ഇറങ്ങാത്തത്. പക്ഷേ ഈ ചൂടൊന്ന് കുറഞ്ഞ് തണുപ്പാകുമ്പോഴത്തേക്കും നല്ല അടിപൊളി പ്ലാന്റ്സുകൾ നമ്മൾ കൊണ്ടുവരും കേട്ടോ. വരുന്നുണ്ട് നമുക്ക് ഏകദേശം മാർച്ച് ഏപ്രിൽ ഒരു മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള കലാത്തിയുടെ ഡിഫറെൻറ്റ് ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തേക്കണം. അതുപോലെ ഈ പ്രാവശ്യവും ചെയ്യും. ബൊഗൻവില്ലയുടെ സീസൺ ഇതായത് കൊണ്ടിട്ട് നമ്മൾ ബൊഗൻവില്ല ചെയ്യുന്നു മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഏതൊക്കെ പ്ലാന്റ്സുകളാണെന്ന് കാണാം. പ്ലാന്റ്സുകൾ വേണ്ടവർ പതിവുപോലെ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും, അതിൽ കോൺടാക്ട് ചെയ്യുക. ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. എല്ലാം ഞാൻ വളരെ റേറ്റ് കുറച്ചിട്ടുണ്ട്. കാരണം ഇരുന്ന് അത് നശിച്ചു പോകുന്നേക്കാൾ ഉപരി അത് സെയിൽ ചെയ്ത് തീർക്കാമെന്ന് ഓർത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ ബേർഡ് ഓഫ് പാരഡൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡോറിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അതിൻ്റെ ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2 തൈകളോട് ചേർന്ന് വരുന്ന ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്ന 220 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് വിൻഡോ ഒക്കെ വരുന്ന അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ്. ലീഫൊക്കെ നല്ല ഷൈനി ആയിട്ടുള്ളതാണ്. ഇതിൽ പ്രത്യേകതരം പൂക്കൾ ഇടും കേട്ടോ. ആ പൂക്കളുടെ പേരിലാണ് ഇതിൻ്റെ ബേർഡ് ഓഫ് പാരഡൈസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. നല്ല ഭംഗിയായിട്ടുള്ള ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ബേർഡ് ഓഫ് പാരഡൈസ്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇനി അടുത്ത് കലാത്തിയ റാറ്റിൽ സ്നേക്കാണ്. അതായത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ 120 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത്യാവശ്യം ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്ന പരുവത്തിലാണ് നിൽക്കുന്നത് കണ്ടോ. ഒത്തിരി തൈകൾ ഉണ്ടാക്കാൻ നമുക്ക് കേട്ടോ. അപ്പോൾ ഇത് റാറ്റിൽ സ്നേക്കിന് ഇത്രയും ബുഷിയായിട്ടുള്ള പോട്ടിംഗ് റേറ്റ് 120 ആണ്. ഇനി അടുത്ത കലാത്തിയ പീക്കോക്കാണ് കേട്ടോ. പീക്കോക്കിന് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ 120 രൂപയ്ക്കാണ് കൊടുക്കണേ. ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ്ട്, അധികം ഒന്നും നമ്മുടെ കയ്യിലില്ല. ഉള്ള പ്ലാന്റുകൾ നശിച്ചു പോകാതെ ഒരു സെയിൽ വീഡിയോ ഇട്ട് നമ്മൾ തീർക്കുന്നു മാത്രം കേട്ടോ. ഇനി അടുത്തത് റോസ്മേരി പ്ലാന്റ് ആണ്. ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഏകദേശം 10 പീസോളം നമുക്ക് സ്റ്റോക്കിലുണ്ട്. അപ്പോൾ ദാ ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് 100 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് നോക്കിയില്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടിയാണ് റോസ്മേരി പ്ലാന്റ്. അതിന് ഞാൻ എപ്പോഴും അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പോട്ട് മിക്സ് കൊടുക്കണം. ഒത്തിരി വളങ്ങൾ ചേർത്ത് കൊടുക്കരുത്. ആവശ്യത്തിന് മിതമായൊരു നനവ് എപ്പോഴും കടയിൽ ഉണ്ടാവേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് റോസ്മേരി. ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. ഇന്നത്തെ റേറ്റ് 100 രൂപയാണ്. വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. ഇനി അടുത്തത് കലാത്തിയ റോസിയുടെ ഒരു അടിപൊളി പ്ലാന്റ് ആണ്. ഒറ്റ പ്ലാന്റ് എൻ്റെ കയ്യിൽ ഇത് സ്റ്റോക്കിലുള്ളൂ. 150 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല കളർ വെരിഗേഷനൊക്കെ വന്ന പ്ലാന്റാണ്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക. ഒരൊറ്റ പീസ് ഇത് നമുക്ക് സ്റ്റോക്കിൽ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം ഡിമാൻഡുള്ള വെറൈറ്റീസാണ്. ഇപ്പോൾ കലാത്തിയ വെറൈറ്റീസ് ഇറങ്ങുന്നത് കുറവാണ്, പുറകെ വരും കേട്ടോ. ഇനി അടുത്തത് ഫോളിയേജ് ആന്തൂറിയത്തിൽ ഒത്തിരി ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് ക്ലാരനെർവിയം എന്ന് പറഞ്ഞ പ്ലാന്റ്. അതിൻ്റെ ലീഫുകളുടെ ആ ഒരു ഭംഗിയാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ഇന്നത്തെ ഓഫർ റേറ്റിൽ 650 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല എമൗണ്ടിൽ വരുന്ന പ്ലാന്റാണ് ക്ലാരനെർവിയം. ഫോളിയേജ് ആന്തൂറിയമാണ്. നല്ല ഹാർട്ട് ഷേപ്പ് ആയിരിക്കും ലീഫ്. ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനൊക്കെ പറ്റിയത്. അതായത് നമ്മുടെ കളക്ഷൻസിലേക്ക് വേണ്ടവർക്ക് എപ്പോഴും ഫോളിയേജ് ആന്തൂറിയത്തിലെ കളക്ഷനിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്ലാന്റാണ്. അപ്പം നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ സൈസ് കൂടുന്തോറും ഇതിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലൊരു 7-8 പീസ് നമ്മുടെ അടുത്ത് സ്റ്റോക്കിൽ ഇപ്പോൾ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 650 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി അടുത്തത് ക്രിപ്താന്തസ് ആണ്. ക്രിപ്താന്തസിന് ഈ ഒരു വലിപ്പത്തിലുള്ള അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ റേറ്റ് 120 രൂപ 120 റുപ്പീസിനാണ് കൊടുക്കുന്നത്. 2 പീസാണ് നമുക്കിപ്പോൾ സ്റ്റോക്കിലുള്ളത്. ഇതിന് നമ്മുടെ ഫിലോഡെൻഡ്രൻ വൈറ്റ് പ്രിൻസസ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി രണ്ടെണ്ണത്തിന് ഇത്രയും കളർ വന്നിട്ടില്ല കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 90 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 3 പീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ പിങ്ക് പ്രിൻസസും ഈ ഒരു സൈസ് പ്ലാന്റ് അവൈലബിൾ ആണ്. 90 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ബാക്കി 2-3 കൂടി പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട്. പക്ഷേ അതിലൊന്നും ഇതുപോലെ കളർ വെരിഗേഷൻസ് വന്നിട്ടില്ല കേട്ടോ. ആവശ്യത്തെ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന അനുസരിച്ച് ഇതിൻ്റെ വെരിഗേഷൻസ് വരും കേട്ടോ. ഞാൻ വളരെ ചെറിയ പ്ലാന്റ്സുകൾ നട്ടാണ് ഈ ഒരു വെരിഗേഷൻസിലോട്ടൊക്കെ പ്ലാന്റ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അടുത്ത പെയിൻറ്റഡ് ലേഡി എന്ന് പറഞ്ഞ ഫിലോഡെൻഡ്രത്തിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 80 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇനി അടുത്തതും ഫിലോഡെൻഡ്രത്തിൻ്റെ ബില്ലറ്റിയാണ്. ബില്ലറ്റിയുടെ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സീഡ്ലിംഗ് പരുവം എന്ന് പറയാം കേട്ടോ. അതിനേലും വലുതായി. ഇനി നമ്മുടെ ആന്തൂറിയം
ഫ്ലവറിങ് അദൂറിയ ഒരു ഓറഞ്ച് കളറാണ്. ഈ ഒരു സൈസ് പ്ലാന്റുള്ള ഒറ്റ പ്ലാന്റ് സ്റ്റോക്കിലുള്ള 160 രൂപയാണ് ഈ പൂവിട്ട ആന്തൂര്യത്തിൻ്റെ റേറ്റ് വരുന്നത്. 2 ഫ്ലവേഴ്സാണ് വന്നിരിക്കുക. അത്യാവശ്യം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഫിലോഡൻഡ്രത്തിന്റെ അടുത്ത വെറൈറ്റിയാണ്. ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ 80 രൂപയ്ക്ക് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. 2 പീസ് സ്റ്റോക്കിലുള്ളൂ. ഇതിൻ്റെ അടുത്തത് പെഡിലാന്തസിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ റേറ്റ് 90 രൂപയാണ്. നമ്മുടെ അടുത്ത് ഇതും 2 പീസാണ് സ്റ്റോക്കിലുള്ളത് കേട്ടോ. ഇതിൻ്റെ അടുത്ത് വരുന്നത് എയർ പ്ലാന്റ് ആണ്. മണ്ണും അതുപോലെ നമുക്ക് വേറെ വളങ്ങളൊന്നും വേണ്ടാണ്ട് നമുക്ക് ഹാങ് ചെയ്തിട്ട് വളർത്താൻ പറ്റുന്ന ഫ്ലവറൊക്കെ ചെയ്യുന്ന പ്ലാന്റാണ് എയർ പ്ലാന്റ്. അത്യാവശ്യം നല്ലൊരു റെയർ പ്ലാന്റിൻ്റെ കളക്ഷൻസിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനത് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് 90 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണേ കേട്ടോ. അടുത്ത സ്നേക്ക് പ്ലാന്റ് മൂൺഷൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് പ്ലാന്റ് വരുന്ന റേറ്റ് വരുന്നത് 120 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഒരു സിൽവർ കളർ കൂടുതൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തത് ഫോളിയേജ് ആന്തൂര്യത്തിൽ തന്നെ ബിഗ് ബിൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്തതും ഫിലോഡൻഡ്രത്തിന് തന്നെ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഐഡിയ എനിക്കറിയത്തില്ല. ജിഫിയിൽ വന്നിരിക്കുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ഡ്രസ്സീനയുടെ ഒരു വെറൈറ്റിയാണ്. 2 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു കളറും അടുത്ത കളർ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും റേറ്റ് വരുന്നത് 80 രൂപ വെച്ചിട്ടാണ്. ഒരു വൈറ്റ് കളറും കൂടി വരുന്നുണ്ട്. വൈറ്റും ഗ്രീനും കൂടിയിട്ട് ഈ ഒരു കളറാണ് കേട്ടോ, വൈറ്റും ഗ്രീനും. അപ്പോൾ ഈ 2 ഡ്രസ്സീനയുടെ വെറൈറ്റീസിനും ഓരോന്നിനും 80 രൂപ വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ അടുത്തത് നമ്മുടെ ഡോർഫ് വെറൈറ്റി CC പ്ലാന്റ് ആണ്. ഇതിനകത്ത് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണേ കേട്ടോ. ഇനി അടുത്തത് നോർമൽ CC പ്ലാന്റ് ആണ്. അത്യാവശ്യം ബുഷിയായിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 120 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണേ. ഇത് നമ്മുടെ 1-2 പീസ് മാത്രമേ സ്റ്റോക്കിലുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാൻസുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ശരിക്കും ഇത് ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണാം. ഒത്തിരി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. കലാത്തിയുടെ ടൈം ആയി വരുന്നേ ഉള്ളൂ. ഒരു തണുപ്പൊക്കെ ആകുമ്പോഴത്തേക്കും പ്ലാൻസുകൾ വന്നു തുടങ്ങും. ശനിയാഴ്ച നമ്മുടെ അടിപൊളി ബോഗൻവില്ലയുടെ സെയിൽസ് വീഡിയോ വരുന്നുണ്ട്. ഒരുപാട് പേരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക് യു.